ഇന്നത്തെ നമ്മുടെ വീഡിയോ ആൽഫ്രഡോസ് പാസ്ത മേക്കിംഗ് വീഡിയോ ആണ്. പാസ്ത മാർക്കറ്റിൽ പല ഷേപ്പുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാസ്ത കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് അത് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. പാസ്ത കുക്കാവുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് അധികം നല്ല ഫ്രൈ ആയി പോകണ്ട. ജസ്റ്റ് ഈ ഒരു കളർ, ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പാസ്ത കുക്കായി കഴിയുമ്പോൾ അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ പാസ്ത കുക്ക് ചെയ്ത പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും ബട്ടർ എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ബട്ടർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യുന്നത് ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുക്കിംഗ് ക്രീമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അൽമറായുടെ കുക്കിംഗ് ക്രീമാണ്. നമുക്ക് ഏത് കമ്പനിയുടേത് വേണോ എടുക്കാം. കുക്കിംഗ് ക്രീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രത്തോളം പാസ്ത ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊന്ന് ജ്യൂസി ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാനായിട്ട്. ഇതൊന്ന് നമുക്ക് നല്ല രീതിക്ക് തിക്കാവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്യാം. അങ്ങനെ തിക്കായിട്ടുള്ള ക്രീമിലേക്ക് പാസ്തയൊക്കെ ആഡ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പാസ്ത ഒന്ന് നല്ല രീതിക്ക് ആ ക്രീമിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ആഡ് ചെയ്ത് എല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി. പിന്നെ ഞാൻ കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ഡ്രൈ ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സ്ലൈസ് ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മെൽറ്റായി വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മളെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.